വെൽക്കം ടു എമിനന്റ് PSC. സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണത്. നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടോപ്പറായ ഗ്രീഷ്മ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ഗ്രീഷ്മ. താങ്ക് യു. ഓക്കെ, ഗ്രീഷ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഗ്രീഷ്മ. ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം MG യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഹൗ ഡു യു ഫീൽ നൗ? എൻ്റെ പേര് ഗ്രീഷ്മ. കോട്ടയം ജില്ലയിലെ പാമ്പാടിയാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് 161 റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. ഇപ്പം MG യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? സ്ട്രെസ്ഫുൾ ആണോ അതോ സമാധാനം ഉണ്ടോ? എങ്ങനെയുണ്ട് ജോലി? എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നു PSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സാറ്റിസ്ഫൈങ്ങും സന്തോഷകരമായ ഒരു ജോലിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്. കൂടുതലും ഇൻട്രാക്ഷൻസ് സ്റ്റുഡൻസുമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം ജോലിയോടൊപ്പം ഒരു ക്യാമ്പസ് ലൈഫും കൂടെ കിട്ടുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ സാലറി സ്കെയിലാണേലും വളരെ മികച്ചൊരു സാലറി സ്കെയിലായിട്ടാണ് തോന്നുന്നത്. പിന്നെ പ്രൊമോഷൻ സാധ്യത പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ടു ജോയിൻറ്റ് രജിസ്ട്രാർ വരെ ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. മോക്ക് ടെസ്റ്റ് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മാറിയ പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു റാങ്ക് ഫെയിൽ ബേസ്ഡ് സ്റ്റഡി മാത്രം പോരാ. അപ്പം വളരെ ഡീപ്പായിട്ടൊരു സ്റ്റഡി തന്നെ ആവശ്യമാണ്. അപ്പോൾ അതിന് ആദ്യം ഒരു കൺഫ്യൂസിങ് ആയിരുന്നു, എങ്ങനെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എമിനന്റ് PSC അതിൻ്റെ ഒരു പഠനത്തെ വളരെ ഈസി ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കോമന്റ് ബോക്സിലൊക്കെ കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ബുക്സ് ആണ് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്തേ? ഏതൊക്കെ ബുക്സാണ് യൂസ് ചെയ്തേ? എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു ഇതാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് കൂടുതലും പഠനത്തിനായിട്ട് എടുത്തിട്ടുള്ളതെന്ന്. ആദ്യം എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ ഒരു റാങ്ക് ഫെയിൽ ബേസ്ഡ് സ്റ്റഡി ആയിരുന്നു എനിക്കും. പിന്നെ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് SCERT ടെക്സ്റ്റ് ബുക്സ്, NCERT ടെക്സ്റ്റ് ബുക്സ്, പിന്നെ ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത് അതുപോലെയുള്ള ബുക്സുകളൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി. എക്കണോമിക് റിവ്യൂസൊക്കെ റെഫർ ചെയ്ത് തുടങ്ങി. പിന്നെ എമിനന്റ് PSCയുടെ സ്റ്റഡി മെറ്റീരിയൽസ് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം ഒരു ഡിഗ്രി ലെവൽ പഠനത്തിന് ഉതകുന്ന രീതിയിലുള്ള നോട്ട്സൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് എനിക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെയാണ് ഞാൻ കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, SCERT NCERT കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം SCERT NCERT എന്ന് പറയുന്നത് കുറച്ചും കൂടെ വാസ്റ്റ് ആണല്ലേ. അപ്പം എങ്ങനെയാണ് ഈ SCERT NCERT ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തേ? ആദ്യം എനിക്കിതുപോലെ എല്ലാവരെയും പോലെ SCERT NCERT പഠിക്കണം എന്ന് തോന്നിയപ്പോൾ തന്നെ ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി ആയിരുന്നു എൻ്റേത്. അതായത് ഓരോ സബ്ജക്റ്റും ഓരോ ദിവസവും എല്ലാ സബ്ജക്റ്റും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു എൻ്റെ സ്റ്റഡി. എന്നിട്ട് അത് റിവൈസ് ചെയ്യുക, വീക്കെൻഡിൽ റിവൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ NCERT ഓരോ ചാപ്റ്റർ വൈസ് ചെറിയ ക്ലാസ്, അതായത് 5ാം ക്ലാസ് മുതൽ 10th വരെയുള്ള എല്ലാ ബുക്സും ഞാൻ വായിച്ചു. ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുകയും അത് പഠിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അത് വർക്കൗട്ട് ചെയ്യുകയും. പിന്നെ NCERT ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എമിനന്റ് PSCയുടെ ക്ലാസ്സുകൾ വളരെയധികം ഉപകരിച്ചു. കാരണം ജോഗ്രഫി ഒക്കെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ എമിനന്റ് PSC NCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ വളരെ ഡീപ്പായിട്ട് തന്നെ എടുത്തു തന്നിരുന്നു. അത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിരുന്നു മെയിൻ എക്സാമിന്. ഗ്രീഷ്മ നേരത്തെ വർക്കിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതിലൊരു ഫാമിലി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്തത്. എങ്ങനെയാ ടൈം ഒക്കെ കിട്ടിയത്? ടൈം സ്കെഡ്യൂൾ ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു കൃത്യമായ സ്റ്റഡി പാറ്റേൺ ഉണ്ടായിരുന്നോ? ഒരു റൂട്ടീൻ എങ്ങനെയാ? അതൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് PSC എക്സാം അതിലേക്ക് വരണം എന്നൊരു മോട്ടിവേഷൻ തന്നത് എൻ്റെ അമ്മയായിരുന്നു. അതിനുശേഷം എൻ്റെ പഠനം, എൻ്റെ ക്വാളിഫിക്കേഷൻ MSc മൈക്രോബയോളജിയാണ്. പഠനത്തിന് ശേഷം ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതിന് ശേഷമാണ് മാരേജ് കഴിഞ്ഞു, ഒരു കുട്ടിയൊക്കെ
പഠിക്കുകയൊക്കെ ആയി. പിന്നെ ഹസ്ബൻഡ് ഫാമിലിയും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവരും PSCയിലേക്ക് എന്തായാലും ഒരു നല്ല ജോബ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, ഇതിലേക്ക് വരണം എന്നൊരു മോട്ടിവേഷൻ അവരാണ് ആദ്യം തന്നത്. കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ എനിക്കുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ളൊരു സ്റ്റഡി ആയിരുന്നു. അപ്പോൾ മിനിമം ഒരു 5 to 7 hours ഞാൻ ഡെയിലി പഠിക്കാൻ എടുക്കുമായിരുന്നു. അപ്പം വീട്ടിൽ ബാക്കി എല്ലാവരും കുട്ടിയുടെ കാര്യം നോക്കാനാണെങ്കിലും ബാക്കി എല്ലാവരും അതുപോലെ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ പഠനത്തിന് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. PSC ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എമിനന്റ് PSC എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ? ഓക്കെ, ഇപ്പം PSCയുടെ മാറിയ പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു UPSC മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പം കൂടുതലും ചോദിച്ചു വരുന്നത്. അപ്പോൾ മാറിയ പാറ്റേണിനെ നമ്മളും അതേ രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതായിരിക്കുന്നു. ഞാൻ എങ്ങനെ അതിനെ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഇത് തന്നെയാണ്. കാരണം പഴയ മോഡൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഒരുപാട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇപ്പം മാറിയ പാറ്റേൺ നമ്മൾ ഇച്ചിരി ഡെപ്തിലൊക്കെ സ്റ്റഡി നടത്തി കുറച്ച് കൂടുതൽ ബുക്സൊക്കെ വായിച്ച് കുറച്ചുകൂടെ ആഴത്തിലുള്ള പഠനമാണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യും. ഓരോ ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് അതുവഴി, എനിക്ക് അങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിലും നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. എലിമിനേഷൻ സ്ട്രാറ്റജി വെച്ച് എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടുതലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എമിനന്റ് PSCയുടെ ഒരു മോക്ക് ടെസ്റ്റ് പോലും വിടാതെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലെവൽ ഇപ്പോൾ കറൻറ്റ് ലെവൽ എന്താണ്, അതായത് മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലെവൽ എന്താണ്, ഇനി നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാനിരിക്കുന്നു, പിന്നെ കൂടുതലും മോക്ക് ടെസ്റ്റ് മുന്നോട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഒരു നമ്മളെ സ്വയം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ആഴത്തിലുള്ള പഠനവും പ്രാക്ടീസുമാണ് ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റിവിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മെത്തേഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ? എങ്ങനെയാണ് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്? PSC പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഴയ കാര്യങ്ങൾ പഠിച്ച് തോർത്തിരിക്കുകയും വേണം, പുതിയ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ഒരുപാട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെമ്മറി രജിസ്റ്റേർഡ് ആവണമെങ്കിൽ റിവിഷൻ മസ്റ്റാണ്. അപ്പോൾ റിവിഷൻ ഞാൻ വീക്ക്ലി ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതായത് ഓരോ ദിവസവും എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എൻ്റെ വീക്ക് ഏരിയാസ് കൂടുതൽ സമയം അലോട്ട് ചെയ്ത് പഠിച്ചു. സ്ട്രോങ് ആയിട്ടുള്ളതിന് അതിനനുസരിച്ചുള്ള ടൈം കൊടുത്ത് പഠിക്കുമായിരുന്നു. എല്ലാ വീക്കെൻഡിലും കൃത്യമായ രീതിയിൽ റിവൈസ് ചെയ്യുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഡെയിലി ഉള്ളത് ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിച്ചു പോകും. ഓരോ വീക്ക്ലി റിവൈസ് ചെയ്യും, മന്ത്ലി റിവൈസ് ചെയ്യും. ഓരോ മാസം കഴിയുമ്പോൾ മുന്നേ ഉള്ള മാസത്തേതും അതാത് മാസത്തേതും റിവൈസ് ചെയ്ത് പോകും. ഇതുപോലെ എല്ലാ ടോപ്പിക്സും റിവിഷന് സമയം കണ്ടെത്തി എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്ത് കവർ ചെയ്യുമായിരുന്നു. സോ നമ്മുടെ അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ മാസമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം? PSC പഠനമെന്ന് പറയുന്നത് തന്നെ ഒരു ലോങ് ടേം ജേണിയാണ്. അത്ര ഈസി അല്ല ഒരു നല്ല എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള കോച്ചിങ്ങിന് പോകുന്നത് പോലല്ല, ഒരു PSC പഠനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ കേൾക്കേണ്ടി വരും. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. സ്ട്രഗിൾ ഉണ്ടാവും, നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ കേൾക്കേണ്ടി വരും. അതിനെയൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ നമ്മളെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാക്കി മാറ്റിയാൽ നമുക്ക് പഠനത്തെ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, പഠനത്തെ ഒരിക്കലും ഒരു ബേർഡനായി കാണരുത്. പഠനത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. പഠനം ഒരു ഹരമായി മാറ്റുക, പഠനത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് മടുക്കാതെ നിന്നാലേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് ആയാലും വീണ്ടും നമ്മൾ പഠിച്ചതുപോലെ തന്നെ മുന്നോട്ട് പഠനത്തെ കൊണ്ടുവരിക, സ്വയം എൻകറേജ് ചെയ്ത് ഇതിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് MNN-PSC എത്തിയത്? ആ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? MNN-PSC ആദ്യം ഞാൻ വീടിനടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഓഫ്ലൈനായിട്ട് കുറച്ച് നാൾ പോയി. പിന്നെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ MNN-PSC ചൂസ് ചെയ്തത്. അത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല മികച്ച അധ്യാപകരെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പേഴ്സണലായിട്ടാണെങ്കിലും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എക്സ്ട്രാ നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കുക. ഒത്തിരി അനാവശ്യമായ കാര്യങ്ങൾ പഠിച്ച് സമയം കളയാതെ കുറച്ച് നാൾ ഇതിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഗൈഡൻസ് ആരുടെയും തേടുക. എന്നിട്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിക്കുക. പഠിച്ചതിന് ശേഷം മാക്സിമം റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരുപാട് ടെൻഷൻ മനസ്സിൽ വെച്ചിരുന്നാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും മൈൻഡ് ഫ്രീ ആക്കി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. PSC എക്സാം ഫോക്കസ് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ആദ്യത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ള ടെൻഷനായിരിക്കും എല്ലാവർക്കും മനസ്സിൽ കൂടുതലായിട്ടുള്ളത്. അതിനെ മാറ്റി വയ്ക്കുക. കിട്ടുമോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാറ്റി വയ്ക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അതിനുശേഷം എക്സാമിനെ ഏറ്റവും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിൽ എത്താൻ പറ്റും. ഓക്കെ. സോ ആസ് എ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഒരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഗ്രീഷ്മ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചത്. സോ താങ്ക് യു ഗ്രീഷ്മ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെഷനായിട്ട് കാണുന്നവരെ താങ്ക് യു.